നമസ്കാരം. ഏഷ്യാനെറ്റ് ഫൈബർ, ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്കിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. 2023 നമ്മുടെ 30 വർഷം സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന്, ബോത്ത് കേബിൾ സബ്സ്ക്രൈബേഴ്സ് ആകട്ടെ നമ്മുടെ ഫൈബർ സബ്സ്ക്രൈബേഴ്സ് ആകട്ടെ, രണ്ട് കൂട്ടർക്കും വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പേ ആൻഡ് വിൻ, കണക്ട് ആൻഡ് വിൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ എത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ നമ്മുടെ 2024 ഏറ്റവും പുതിയ ഫൈബർ സബ്സ്ക്രൈബേഴ്സിന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വിശേഷവും ഒരു വാർത്തയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. മറ്റൊന്നുമല്ല, 2024 നമ്മുടെ ഏറ്റവും പുതിയ സബ്സ്ക്രൈബേഴ്സിനെ 12 ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് എല്ലാ ആഴ്ചയും ഓരോ ആഴ്ചയിലും വന്നിട്ടുള്ള പുതിയ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് 12 ഭാഗ്യശാലികളെ തിരഞ്ഞെടുക്കുകയാണ് ലക്കി ഡ്രോയിലൂടെ. ഇവർക്ക് ലഭിക്കുന്നത് ഏത് സ്കീമാണോ അവർ എടുത്തിരിക്കുന്നത് അതിൻ്റെ 100% ക്യാഷ് ബാക്ക് സമ്മാനമായിട്ട് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലക്കി ഡ്രോയിലൂടെ 12 ഭാഗ്യശാലികളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. 2024 ആദ്യത്തെ ലക്കി ഡ്രോയുടെ എപ്പിസോഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ജീവിതത്തിൽ ഇൻ്റർനെറ്റ് എത്രത്തോളം നമ്മുടെ ഭാഗമായി കഴിഞ്ഞു എന്നുള്ളത്, അല്ലേ? സ്കൂൾ കുട്ടികൾക്കാകട്ടെ അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻസിനാകട്ടെ PhD സ്കോളേഴ്സിനാകട്ടെ എല്ലാവർക്കും എഡ്യൂക്കേഷന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളതാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇനി ബിസിനസ് ചെയ്യുന്നവർക്കാകട്ടെ, പുതിയൊരു ജോലിക്ക് അപ്ലൈ ചെയ്യാനാണെങ്കിലാകട്ടെ, ഏത് ഫീൽഡിൽ ഒരു OTTയിൽ ഒരു സിനിമ കാണണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബിലുള്ള കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കണം എന്നാണെങ്കിൽ അതിനാകട്ടെ, എല്ലാ കാര്യത്തിനും നമ്മുടെ A to Z ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഇന്നവിറ്റബിളായിട്ട് മാറിയിട്ട് കാലങ്ങളായി നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെയാണ് നമ്മുടെ ഈ സ്കീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയും. ഏറ്റവും മികച്ച സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഞങ്ങൾ ഓഫർ ചെയ്യുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകാം. ഒരിക്കൽ കൂടി ഇന്നത്തെ 12 ഭാഗ്യശാലികളെ കഴിഞ്ഞ ആഴ്ചയിൽ ബ്രോഡ്ബാൻഡ് ഏഷ്യാനെറ്റ് ഫൈബർ കണക്ഷൻ എടുത്തവരിൽ നിന്ന് 12 ക്ലസ്റ്റേഴ്സിൽ നിന്നുള്ള 12 ഭാഗ്യശാലികളെ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഈ ഒരു ഏഷ്യാനെറ്റ് ഫാമിലിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം തിരിച്ച് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഞങ്ങൾ എടുക്കുന്ന 100% എഫേർട്ടുമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഭാഗ്യശാലികളെ 12 ക്ലസ്റ്ററിൽ നിന്നും ഓരോ ഭാഗ്യശാലിയെ വെച്ച് 12 പേരെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിലേക്ക്, ലക്കി ഡ്രോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിശിഷ്ടാതിഥി, ഒരു സ്പെഷ്യൽ ഗസ്റ്റ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുകയാണ്. അദ്ദേഹം A. ചന്ദ്രശേഖർ, സീനിയർ ജേർണലിസ്റ്റാണ്. സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ കസ്റ്റമേഴ്സാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൽ ഒരാളാണ് സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഡിജിറ്റൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ള ട്രാൻസ്മിഷൻ, കുറേ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. നമുക്ക് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ നമ്മുടെ ക്യാഷ് ബാക്കിലേക്ക്, ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ സർ. സാറിനെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വിളിക്കുമ്പോൾ ഇരട്ടി സന്തോഷമുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് കസ്റ്റമേഴ്സിൽ ഒരാളാണ് സാറ്. അപ്പോൾ എത്ര വർഷത്തെ ഒരു ബന്ധമാണ് ഏഷ്യാനെറ്റുമായിട്ട് ഉള്ളത്? ആ ഒരു ജേർണിയെക്കുറിച്ചൊക്കെ എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ നന്നാവും. ഞാൻ മനോരമ വിട്ടിട്ട് വെബ് ദുനിയ മലയാളം എന്ന് പറയുന്നത്, വെബ് ലോകം എന്ന് പറഞ്ഞായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ പേര്. അതിൽ ചീഫ് സബ് എഡിറ്ററായിട്ടാണ് ട്രിവാൻഡ്രത്തേക്ക് സ്ഥലം മാറി വരുന്നത്. അപ്പോൾ അന്ന് വെബ് ദുനിയ പ്രവർത്തിച്ചിരുന്നത് ഏഷ്യാനെറ്റിൻ്റെ ലൈനിലായിരുന്നു. അപ്പോൾ അന്ന് ഏഷ്യാനെറ്റ് ഡാറ്റ ലൈനാണ്, അന്ന് ഏഷ്യാനെറ്റ് ഫൈബറോ ഒന്നും ആയിട്ടില്ല, ഡാറ്റ ലൈനായിരുന്നു. അന്ന് ഞങ്ങളവിടുത്തെ സ്റ്റാഫേഴ്സിനും സീനിയർ സ്റ്റാഫേഴ്സിനും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഹോം കണക്ഷൻ ഏഷ്യാനെറ്റിൻ്റെ തന്നെയായിരുന്നു. അന്ന് മുതലുള്ള ഒരു ലെഗസിയാണ് ഞാൻ തുടർന്ന് വരുന്നത്. അപ്പം പിന്നീട് പല പ്രൊവൈഡേഴ്സും വന്നു, പക്ഷേ സ്റ്റിൽ ഐ ഓപ്റ്റ് ടു ഏഷ്യാനെറ്റ്. ഓൾമോസ്റ്റ് 24 ഇയേഴ്സിൻ്റെ ഒരു റിലേഷൻഷിപ്പ്, അല്ലേ? സ്ട്രോങ് ബോണ്ടിങ് ആണ്. അപ്പോൾ സർ, നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് പുതിയ സബ്സ്ക്രൈബേഴ്സ്, അവരിൽ ആരാണ് വിന്നർ എന്ന് അറിയാനായിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലസ്റ്ററിലേക്ക് ഒന്ന് പോകാം, അല്ലേ? അപ്പോൾ ഏഷ്യാനെറ്റ് ഫൈബർ ക്യാഷ് ബാക്കിൻ്റെ 100% ക്യാഷ് ബാക്കിൻ്റെ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിലെ ആദ്യത്തെ വിന്നർ 12 ക്ലസ്റ്റേഴ്സിൽ നിന്ന് 12 പേരെ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ് ലക്കി ഡ്രോയിലൂടെ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ക്ലസ്റ്ററിലെ വിന്നർ ആരാണ് എന്നുള്ളത് നമുക്ക് ഒന്ന്
നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഒരു വളരെ കളർഫുൾ ആയിട്ടുള്ളൊരു ഡിസ്ക് ഉണ്ട്. അതിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഇതിലൊരു ഭാഗ്യശാലി ഫസ്റ്റ് ക്ലസ്റ്ററിൽ നിന്ന് 12 ക്ലസ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. ആദ്യത്തെ ക്ലസ്റ്റർ നമുക്ക് സെലക്ട് ചെയ്യാം. ആലപ്പി ക്ലസ്റ്ററിൽ നിന്നുള്ള ഭാഗ്യശാലി നമുക്ക് ആരാണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ഭാഗ്യശാലി നമ്മുടെ 100% ക്യാഷ് ബാക്ക് കിട്ടുന്ന ആ ഭാഗ്യശാലി ഇതാ കളർ ഡിസ്ക് സ്പിൻ ചെയ്ത് കണ്ടെത്താൻ പോവുകയാണ്. സർ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും നമ്മുടെ വിന്നറിനെ. ഓക്കെ, കൺഗ്രാറ്റ്സ്. വിമൽ കുമാർ വി, ഹരിപ്പാട് നിന്നും മിസ്റ്റർ വിമൽ കുമാർ വി ആണ് നമ്മുടെ ഫൈബർ 100% ക്യാഷ് ബാക്ക് ലഭിച്ചിരിക്കുന്ന ആദ്യത്തെ സബ്സ്ക്രൈബർ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ഭാഗ്യശാലിയെ നമ്മുടെ നെക്സ്റ്റ് ക്ലസ്റ്ററിൽ നിന്ന് വേണം നമുക്ക് സെലക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആലപ്പുഴയ്ക്ക് തൊട്ട് താഴെയുള്ളത് കോഴിക്കോടാണ്. അപ്പോൾ കാലിക്കറ്റ് ക്ലസ്റ്ററിലേക്ക് നമുക്ക് പോകാം. കാലിക്കറ്റ് ക്ലസ്റ്ററിൽ നിന്നുള്ള ആദ്യത്തെ ഭാഗ്യശാലി. യെസ്, നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ സർ? അപ്പോൾ ഓരോ ഭാഗ്യശാലിക്കായിട്ട് ലഭിക്കുന്നത് 100% ഫൈബർ ഏത് കണക്ഷനാണോ ഏത് സ്കീമാണോ എടുത്തിരിക്കുന്നത് അതിൻ്റെ ക്യാഷ് ബാക്ക് ആണ്. യെസ്, അപ്പോൾ കാലിക്കറ്റ് ക്ലസ്റ്ററിൽ നിന്നും സ്പിൻ ചെയ്ത് ഭാഗ്യശാലി ഇതാ വന്നു. സർ ഡിക്ലെയർ ചെയ്യുന്നു. മുഹമ്മദ് ജസീൽ EP, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ മുഹമ്മദ് ജസീൽ EP, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് റീജിയനിൽ നിന്നാണ്, ക്ലസ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേരെ നമ്മൾ സെലക്ട് ചെയ്തു. വേഗം നമുക്ക് അടുത്ത രണ്ടുപേരെയും കൂടെ സെലക്ട് ചെയ്തിട്ട് സാറിനോട് കൂടുതൽ കാര്യങ്ങൾ, ബിക്കോസ് ഒരു ഡിജിറ്റൽ എറയിൽ വന്നിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ വളരെ വിശദമായിട്ട് പറയാൻ പറ്റുന്ന ഒരു സീനിയർ ജേർണലിസ്റ്റാണ് സാറ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പ് നെക്സ്റ്റ് ക്ലസ്റ്റർ കൊച്ചിൻ 1. കൊച്ചി 2 ക്ലസ്റ്റർ ആയിട്ടാണ് കേട്ടോ. കൊച്ചിൻ 1 ആൻഡ് കൊച്ചിൻ 2 ആണ്. അതിൽ കൊച്ചിൻ ഫസ്റ്റ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ അർബൻ ഏരിയാസ് വരുന്നതാണ്. അവിടുത്തെ നമ്മുടെ ഭാഗ്യശാലി നോക്കാമല്ലേ സർ? യെസ്, സ്പെൻഡ് ചെയ്ത് നമ്മൾ മൂന്നാമത്തെ ഭാഗ്യശാലി കൊച്ചിൻ ക്ലസ്റ്ററിലെ ക്ലസ്റ്റർ 1-ലെ ആദ്യത്തെ ഭാഗ്യശാലി സതീശൻ KK, കൊച്ചി നോർത്തിൽ നിന്നും മിസ്റ്റർ സതീശൻ KK, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. 100% ക്യാഷ് ബാക്ക് ഓൺ സബ്സ്ക്രിപ്ഷൻ ആണ് ലഭിച്ചിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അറിയാം നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു സ്കീമാണ് ഈ 100% ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 3 പേരെ നമ്മൾ കണ്ടെത്തി. ഇനി നമുക്ക് അടുത്തതായി ഉള്ളത് നെക്സ്റ്റ് ക്ലസ്റ്റർ കൊച്ചിൻ 2 സബർബ് റീജിയനിൽ നിന്നുള്ളതാണ്, കൊച്ചിയിലെ. അപ്പം നമുക്ക് നോക്കാം. സർ നോക്കാം അല്ലേ? ആദ്യത്തെ 4 പേരിൽ 4ാമത്തെ ആൾ നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. ഇതാ നമ്മുടെ കളർ ഡിസ്ക് സ്പിൻ ചെയ്ത് ഒരാളിലേക്ക് ഇപ്പോൾ എത്തുന്നു. രാജഗോപാലൻ U, ആലുവയിൽ നിന്ന് മിസ്റ്റർ രാജഗോപാലൻ U. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. അപ്പം നമ്മൾ അടുത്ത ക്ലസ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ചീഫ് ഗസ്റ്റ് ഉണ്ട്. സാറിനോട് കുറേ കാര്യങ്ങൾ ചോദിക്കാൻ. സർ, ഈ 24 വർഷമായിട്ട് നമ്മുടെ ഏഷ്യാനെറ്റുമായിട്ടുള്ളൊരു ബന്ധം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണ്. ഈ സമയത്തിൽ എനിക്കൊന്ന് ഈ 24 ഇയേഴ്സിൽ ഒരുപാട് മാറ്റം നമ്മുടെ ഇൻ്റർനെറ്റിന്, സർവീസസിന്, നമ്മുടെ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തിനൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് പെട്ടെന്ന് അതൊന്ന് ക്വിക്കായിട്ടൊന്ന് പറയാമോ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്? പറഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ജനറേഷൻ അത് മനസ്സിലാവുമെന്ന് അറിയില്ല. ഞാൻ ഇൻ്റർനെറ്റിൽ ആക്സസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഉള്ള ആക്സസിബിലിറ്റി സ്പീഡ് എന്ന് പറയുന്നത്, കണക്ടിവിറ്റി സ്പീഡ് എന്ന് പറയുന്നത് 8 kbps ആയിരുന്നു. അവിടെ മുതൽ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നത് GB-യിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെവിടെ എത്തി നിൽക്കുന്നതെന്നുള്ള ആ ഡിഫറൻസ്. അപ്പം ഞങ്ങൾക്ക് സ്ട്രീമിംഗ് എന്ന് പറയുന്ന ഒരു സാധനം ഇറ്റ് വാസ് ബിയോണ്ട് അവർ ഇമാജിനേഷൻ. അങ്ങനെയായിരുന്നു. കാരണം സ്ട്രീമിംഗ് അന്നും ഉണ്ടായിരുന്നു, പുറത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്കിവിടെ സ്ട്രീം ചെയ്യാൻ പറ്റില്ല. ഇവൻ ഒരു പടം പോലും, നമ്മൾ വെബ് പേജിലൊരു പടം പോലും അത് ലൈൻസ് ആയിട്ട് സ്കാൻ ചെയ്തിട്ടാണ് ഡൗൺലോഡ് ആവുന്നത്. അങ്ങനത്തെ ഒരു കാലത്ത് നിന്നിട്ട് ഇന്ന്, പക്ഷെ അന്നും ഞങ്ങൾ ചില ഇനിഷ്യേറ്റീവ്സ് എടുത്തിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പറയുമായിരുന്നു, ഞങ്ങൾ ഈ എക്സാമിനേഷൻസിനോ അല്ലെങ്കിൽ നമ്മൾ കോവിഡിനെ കണ്ടിട്ടുള്ള ഇപ്പോൾ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന് മുൻപ് ഞങ്ങൾ അന്നൊരു എക്സാമിനേഷൻ, അന്ന് 2000 or 2001 അന്നൊരു അധ്യാപകരുടെ സമരം മൂലം അന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന SSLC പരീക്ഷ, അതിൻ്റെ മോഡൽ പരീക്ഷ പറഞ്ഞ ടൈം ടേബിളിൽ നടത്താൻ പറ്റാതെ വന്നു. അങ്ങനെ ഒരു ഡിലേ, പരീക്ഷയ്ക്ക് തന്നെ ഡിലേ വന്നപ്പോൾ പാരലായിട്ട് ഓൺലൈനിലൂടെ
അത്തരമൊരു പരീക്ഷ നടത്തി. അത് ദേശീയ തലത്തിൽ വാർത്തയായിരുന്നു. അപ്പോൾ അന്ന് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഡിജിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഇ ഗവേണൻസ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും വരുന്നതിന് മുൻപ് നമ്മളത് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിരുന്നു. ഈ യൂണിക്കോഡൊക്കെ വരുന്നതിന് മുൻപ് എങ്ങനെ ഭാഷയെ ഇൻ്റർനെറ്റിലേക്ക് വഴക്കാം എന്നൊക്കെ ഉള്ളൊരു കാര്യത്തിൽ ഒത്തിരി നമ്മളതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഗവൺമെൻറ് പ്രപ്പോസൽസിലും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്ട്സിലും ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ രണ്ട് ആസ്പെക്ട്സും യൂസും മിസ്യൂസും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊരു ഇൻഡിസ്പെൻസിബിൾ ആയിട്ട് നമുക്ക് ഇന്നവിറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമായി മാറി. സർ, ഒരു ക്വസ്റ്റ്യൻ കൂടെ, അതായത് ഇപ്പോൾ ജേർണലിസം എന്ന് പറയുന്നത് നമ്മളൊരു ടിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ഒരു ജേർണലിസം എന്ന് പറയുന്നത് പേപ്പർ ബേസ്ഡ് ആയിട്ടാണ്. അതിൽ നിന്ന് ഓൺലൈനിലേക്ക് വന്നിട്ടുള്ളൊരു ഷിഫ്റ്റ് ഭയങ്കരമാണ്. ഇപ്പോൾ എനിക്കൊന്ന് ഒരുപാട് പേര് ഓൺലൈനിൽ തന്നെ ഓൺലൈനിലായിരിക്കും പല ന്യൂസും ആദ്യം വരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ട്രാൻസ്ഫോർമേഷൻ ഈ ജേർണലിസത്തിൽ വരുമെന്നും അതിൽ ഇൻ്റർനെറ്റിന് ഇത്രയും സ്കോപ്പ് ഉണ്ടെന്നും ഒക്കെ റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ്, അവിടെ ഏഷ്യനെറ്റിനെ ട്രസ്റ്റ് ചെയ്ത് ഏഷ്യനെറ്റ് പോലെ ഒരു പ്രൊവൈഡറുമായിട്ട് ചേർന്ന് പോകാമെന്ന് ഡിസൈഡ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ്, ഒന്ന് റീക്യാപ്പ് ചെയ്യാമോ? അത് ഞാൻ മനോരമയിൽ പ്രിൻറ്റ് പത്രത്തിലായിരുന്നു. അപ്പോൾ പത്രം ഒരു വെബ്സൈറ്റ് തുടങ്ങാൻ തീരുമാനിച്ചു. അന്ന് വാസ്തവത്തിൽ വെബ്സൈറ്റ് ഒരു എന്താ പറയുക, ഒരു ആർഭാടമായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു സ്പേസ് വേണം എന്നുള്ളതിൽ കവിഞ്ഞ് അതിൻ്റെ സെയിലബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു റീച്ചിനെ കുറിച്ചൊന്നും അന്ന് അത്ര ഗ്രാഹ്യമുണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ വൻകിട സ്ഥാപനങ്ങളും അതിലുണ്ട്. അപ്പോൾ നമുക്കും ഒരു പ്രസ്റ്റീജ് ആയിട്ടായിരുന്നു അങ്ങനെ സൈറ്റ് തുടങ്ങിയത്. പക്ഷേ റേസിൻ്റെ മാത്രമല്ല, ഒരു ലെഗസിയുടെ ഭാഗമാവുക അല്ലെങ്കിൽ ഒരു ബ്രാൻഡിൻ്റെ ഭാഗം. പക്ഷേ അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ഇത് വളരെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പരീക്ഷ പോലും അങ്ങനത്തെ ഒരു സാധ്യതയിലേക്കാണ് വന്നത്. കാരണം അന്നത്തെ കാലത്ത് നമ്മുടെ പ്രവേശന പരീക്ഷകളുടെ മെഡിക്കൽ എൻട്രൻസിൻ്റെയും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസിൻ്റെയും റിസൾട്ട്സ് വരിക. ഇപ്പം ഞാനൊന്ന് ഓർക്കുന്നുണ്ട്, ഈ ഞങ്ങൾ പ്രവർത്തിച്ചിരുന്ന പോർട്ടലിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ പോർട്ടൽ ഡയറക്ടറേറ്റ് അപ്രൂവ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഈ പല ഇൻ്റർനെറ്റ് കഫേകളും അതിന് രൂപ വാങ്ങിച്ച് അത് മാർക്ക് ലിസ്റ്റായിട്ട് എടുത്തു കൊടുക്കുന്ന അതിന് ക്യൂ നിൽക്കുന്ന ഒരു കാലഘട്ടമൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നീട് അതിനകത്തുള്ളൊരു ജേർണലിസത്തിന് വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ട് ആസ്പെക്ട്സ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത്. ഒന്ന് എഡിറ്റർലെസ്നെസ്സായി, കാരണം എല്ലാം ലൈവായി. അപ്പം ആർക്കും എന്തും പറയാം എന്നുള്ളൊരു അവസ്ഥ വന്നു. ഫസ്റ്റ് കൊടുക്കുക എന്നുള്ള ഒരു പിന്നെ അതിനകത്ത് ആ റേസിനകത്ത് ഞങ്ങളെ പോലുള്ള കുറച്ച് ജേർണലിസ്റ്റുകൾക്കെങ്കിലും സങ്കടം തോന്നിയിട്ടുള്ള ഒരു ഫ്രേസ് കൂടി വന്നു. മാപ്ര എന്ന് പറഞ്ഞൊരു യൂസേജ് വന്നു. അത് ഇൻ്റർനെറ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ്. പക്ഷേ സ്റ്റിൽ ഈ വാർത്തയുടെ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഡിസമിനേഷൻ്റെ കാര്യത്തിൽ ഇറ്റ്സ് എ റെവല്യൂഷൻ. അപ്പോൾ ഇനി അത് തടയാൻ പറ്റില്ല. കുറച്ചുകൂടി ട്രാൻസ്പെറൻസി വന്നു. വോയിസ് ഓഫ് ദ വോയിസ്ലെസ്, ഒത്തിരി പേർക്ക് സ്വയം അവരുടെ പ്രശ്നങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നു. വാർത്തയെ ആർക്കും അടിച്ചമർത്താനോ മടച്ചു വെക്കാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അതൊരു വലിയൊരു വിപ്ലവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു പണ്ട് നമുക്കിപ്പോൾ ചാനൽ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഏഷ്യനെറ്റ്, കേബിൾ സർവീസസ്, പിന്നെ സാറ്റലൈറ്റ് വരുന്നു. ഇപ്പോൾ ഓരോരുത്തരും സ്വന്തമായിട്ട് ചെറിയ ചാനലുകളുള്ള ഒരു കാലത്തേക്ക് എത്തിയതുള്ള അത്രയും ഒരു വാർത്ത ആർക്കും സംസ്കരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക്. യെസ്. അപ്പോൾ സാർ, നമുക്ക് അടുത്ത ഒരു 4 ക്ലസ്റ്ററിലേക്ക് പോകാമെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അപ്പം നമ്മൾ 4 ക്ലസ്റ്റേഴ്സ്, കൊച്ചിൻ സെക്കൻഡ് ക്ലസ്റ്റർ വരെയാണ് പോയത്. അടുത്തത് നേരെ നമ്മൾ വടക്കോട്ട് പോവാണ് കേട്ടോ, കണ്ണൂരേക്കാണ് പോകുന്നത്. അപ്പോൾ കണ്ണൂർ ക്ലസ്റ്ററിൽ നിന്ന് നമ്മുടെ ഈ 2024 ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കണക്ഷൻ എടുത്ത ആളുകളിൽ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്, അവരിൽ ആരാണ് ഭാഗ്യശാലിയാവുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ണൂർ ക്ലസ്റ്ററിന് ഒരു ഭാഗ്യശാലി ഇതാ വരുന്നു, നമുക്ക് സ്പെൻ ചെയ്യാം. യെസ്, ഓക്കെ. മുഹമ്മദ് ഹനീഫ് MH, കാസർഗോഡ് ജില്ലയിലേക്കാണ്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. അടുത്ത ക്ലസ്റ്ററിലേക്ക് പോകാം. യെസ്, നെക്സ്റ്റ് കൊല്ലത്ത് നിന്നും. യെസ്, നമുക്ക് നോക്കാം അല്ലേ സാർ? കൊല്ലം ക്ലസ്റ്ററിൽ നിന്ന് നമ്മുടെ ഏഷ്യനെറ്റ് ഫൈബർ കണക്ഷൻ എടുത്തവരിൽ ഭാഗ്യശാലിയായി 100% ക്യാഷ് ബാക്ക് ഗോസ് ടു ടീന TT, കൊല്ലം 1. Miss Tina TT from Kollam 1. Hearty congratulations. നമുക്കിനി വേഗം അടുത്ത ക്ലസ്റ്ററിലേക്ക് പോകാം. യെസ്, കോട്ടയമാണ്. കോട്ടയം ക്ലസ്റ്ററിൽ ഇതാ ഒരു ഭാഗ്യശാലി വേഗം തന്നെ നമ്മുടെ ഈ ഡിസ്കിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്നതായിരിക്കും. സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 lucky winner is on the way and it is രാജ്മോഹൻ SR, കോട്ടയം.
Hearty congratulations, Mr. Rajmohan SR from Kottayam. ഒരാളെയും കൂടെ നമുക്ക് തിരഞ്ഞെടുത്തിട്ട് കൂടുതൽ വിശേഷങ്ങൾ എനിക്ക് സാറിനോട് ചോദിക്കാനുണ്ട്. പാലക്കാട് ക്ലസ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ 8 ക്ലസ്റ്റേഴ്സ് ആകും കേട്ടോ, പാലക്കാട് കൂടി ആകുമ്പോൾ. നമുക്ക് നോക്കാം അല്ലേ സാർ? യെസ്, പിൻ ചെയ്യുകയാണ്. പാലക്കാട് ക്ലസ്റ്ററിൽ നിന്നും ഏഷ്യാനെറ്റ് ക്യാഷ് ബാക്ക് ഗോസ് ടു ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാലക്കാട് 2. പാലക്കാട് 2 ഉള്ള ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും ഇന്നോവേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ബ്രില്യൻ സ്റ്റഡി സെന്ററിനാണ് വരുന്നത്. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ സാർ, അടുത്ത ക്ലസ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് അറിയാനുള്ളത് സാർ, നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് നമ്മൾ ഒരു ഡെസ്ക്ടോപ്പൊക്കെ വെച്ചാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ലാപ്ടോപ്പിലേക്ക് പോയി, പിന്നെ ടാബായി, ഇപ്പോൾ സ്മാർട്ട് ഫോണായി. നമ്മുടെ എല്ലാ കാര്യങ്ങളും മെയിൽ ചെക്ക് ചെയ്യുന്നത് തൊട്ട് സിനിമ കാണുന്നവരെ ഇതിലേക്ക് പോയി. പക്ഷെ അവിടെയും ഒരു പ്രത്യേകതയുള്ള എനിക്ക് തോന്നുന്നു, നമ്മൾ ഫൈബർ ബ്രോഡ്ബാൻഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും അല്ലേ? അതിൻ്റെ ഒരു നമുക്ക് 100% മികച്ച രീതിയിലൊരു പെർഫോമൻസ് അഷ്യൂർ ചെയ്യുന്നത് ഫൈബർ ബ്രോഡ്ബാൻഡ് തന്നെയാണ്. ആസ് എ ജേർണലിസ്റ്റ് സാറിന് ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം ഈ സ്മാർട്ട് ഫോൺ വരെ എത്തി എല്ലാം അറിയുന്ന ഒരാളാണല്ലോ, എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ഫീൽ ചെയ്യുന്നത്? അതായത് നമ്മളിപ്പോൾ ജേർണലിസം നമ്മൾ റിസീവിങ് എൻഡിൽ ഈ പറഞ്ഞ മിനി ഗാഡ്ജറ്റ്സ് ആണ് ഉള്ളതെങ്കിലും നമ്മൾ ഡാഷ്ബോർഡ് എൻഡിൽ കൂടുതലും ഉപയോഗിക്കുന്ന ഇപ്പോഴും ലാപ്ടോപ്പ് അല്ലെങ്കിൽ സിസ്റ്റംസ് തന്നെയാണ്. കാരണം അതാണ് കുറച്ചുകൂടി യൂസ്ഫുൾ. ഇപ്പം നമ്മൾ സ്റ്റുഡിയോ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ തന്നെയാണെങ്കിലും എല്ലാം നമ്മൾ ടെലിവിഷൻ ആക്സസ് ചെയ്യുന്നത് ചിലപ്പോൾ ഫോണിലായിരിക്കും, പക്ഷേ ടെലിവിഷനിലെ ജോലി മുഴുവൻ നടക്കുന്നത് കമ്പ്യൂട്ടർ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും, ഇപ്പം ഞാൻ നേരത്തെ കോട്ടയം വന്നപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഒന്ന് ചിരിച്ചത്. കാരണം എനിക്ക് കോട്ടയത്തും സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. കാരണം ഞാൻ കോട്ടയത്ത് വർക്ക് ചെയ്യുമ്പോൾ കോട്ടയത്തും എനിക്കൊരു ഡെഡിക്കേറ്റഡ് ലൈൻ ഇല്ലാതെ പറ്റില്ല, ഇപ്പോൾ ഹൈ സ്പീഡ് ലൈൻ ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അത് പലപ്പോഴും നമ്മൾ ട്രാവൽ ചെയ്യുന്നത് മാത്രമല്ലാതെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളല്ലാത്ത സർവീസിനെ ആശ്രയിക്കും. പക്ഷേ അല്ലാത്തപ്പോൾ വൈഫൈ ഡിപ്പെൻഡബിൾ ആയിട്ടുള്ളൊരു സർവീസ് തന്നെ വേണം. അപ്പോൾ അവിടെയും ഞാൻ ഏഷ്യാനെറ്റിൻ്റെ തന്നെയാണ്. വേറെ ഒരുപാട് ഫെസിലിറ്റീസ്, വേറെ ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടായിട്ടും ഞാൻ ഇൻസിസ്റ്റ് ചെയ്തിട്ട് ഏഷ്യാനെറ്റ് തന്നെയാണ് എടുത്തത്. അപ്പോൾ അത് നമുക്ക് ആ സ്പീഡ് നമുക്ക് ഒരിക്കലും, പ്രത്യേകിച്ചും നമ്മൾ അങ്ങനൊരു ഇപ്പോൾ പോർട്ടൽ പോലെയുള്ള ഇമ്മീഡിയസി ഭയങ്കരമായിട്ട് വേണ്ടുന്നൊരു മീഡിയത്തിൽ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് സ്പീഡ് എന്ന് പറയുന്നത് ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഇറിറ്റേറ്റഡ് ആയി പോകുന്നത് ഇതിൻ്റെ സ്പീഡ് കുറയുമ്പോഴാണ്. അപ്പോൾ അത് ഏഷ്യാനെറ്റ് തീർച്ചയായിട്ടും എനിക്ക് ഇതുവരെ തന്നിട്ടുണ്ട്. അപ്പോൾ സാർ, നമുക്ക് അടുത്ത 4 ക്ലസ്റ്റേഴ്സിലേക്കും കൂടി വേഗം പോകാം. 8 ക്ലസ്റ്റർ നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. പാലക്കാട് വരെ എത്തി. ഇനിയുള്ളത് പത്തനംതിട്ട, തൃശ്ശൂർ, ട്രിവാൻഡ്രം 1 and 2. അപ്പോൾ നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. പത്തനംതിട്ട ക്ലസ്റ്ററിൽ നിന്ന് ഒരു ഭാഗ്യശാലിയെ ഇപ്പോൾ സാർ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഡിസ്കിൽ ഇതാ വരുന്നുണ്ട്. 1 lucky winner is there. വരുന്നു, ഓൺ ദി വേ. യെസ്, രശ്മി രമേശ്, തിരുവല്ല നിന്നും രശ്മി രമേശ്. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇത് കാണുന്ന രശ്മി രമേശിൻ്റെയൊക്കെ മുഖത്ത് നല്ല സന്തോഷം ഉണ്ടാവും, ഒരു പുഞ്ചിരി ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ സന്തോഷിക്കുക, വളരെ സന്തോഷം. നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതിൽ ഒരുപാട് നന്ദി. തീർച്ചയായിട്ടും മികച്ച സർവീസുമായിട്ട് ഞങ്ങൾ ഒപ്പം ഉണ്ടാകുമെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ട് അടുത്ത ക്ലസ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. പത്തനംതിട്ട നിന്നും അടുത്ത ക്ലസ്റ്റർ തൃശ്ശൂരാണ്. തൃശ്ശൂർ ജില്ലയിലേക്ക് നമ്മൾ പോകുന്നു, തൃശ്ശൂർ ക്ലസ്റ്ററിലേക്ക് നമ്മൾ പോകുന്നു. യെസ്, തൃശ്ശൂർ ക്ലസ്റ്ററിൽ ഉള്ള ഭാഗ്യശാലി നമ്മുടെ 10ാമത്തെ ക്ലസ്റ്ററിലെ വിന്നർ ജീസൺ ഡേവിസ്, തൃശ്ശൂർ സൗത്ത് നിന്നും മിസ്റ്റർ ജീസൺ ഡേവിസ്. അഭിനന്ദനങ്ങൾ, ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. അപ്പം ഇനി വേഗം നമുക്ക് അടുത്ത 2 ക്ലസ്റ്റർ കൂടി നമുക്ക് നോക്കാം. 12 ക്ലസ്റ്റേഴ്സാണുള്ളത്. 12 ക്ലസ്റ്റേഴ്സിൽ നിന്നും 12 ഭാഗ്യശാലികളെയാണ് നമ്മൾ ഓരോ ആഴ്ചയും ഈ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കുന്നത്. 100% ക്യാഷ് ബാക്ക് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ തിരിച്ച് ലഭിക്കുന്നതാണ്. ട്രിവാൻഡ്രം 1 ആണ് അടുത്ത ക്ലസ്റ്റർ. അപ്പോൾ തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ നിന്നും ക്ലസ്റ്റർ 1-ൽ നിന്നും ഇതാ വരുന്നു ഭാഗ്യശാലി 100% ക്യാഷ് ബാക്കുമായി. ലക്ഷ്മൺ BS, നെയ്യാറ്റിങ്കര നിന്നും മിസ്റ്റർ ലക്ഷ്മൺ BS ആണ്. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.
അപ്പോൾ ഇനി അടുത്ത വേഗം ലാസ്റ്റ് ക്ലസ്റ്റർ ട്രിവാൻഡ്രം 2 ആണുള്ളത്. അപ്പോൾ ട്രിവാൻഡ്രം 2 ക്ലസ്റ്ററിൽ നിന്നുമുള്ള ഭാഗ്യശാലി, നമ്മുടെ 12ാമത്തെ ഭാഗ്യശാലി, ഈ ആഴ്ചയിലെ അവസാനത്തെ ഭാഗ്യശാലി ഇതാ വരുന്നു. നമ്മുടെ ഭാഗ്യചക്രം കണ്ടെത്തിയിരിക്കുന്നത് സജീഷ് VS കാര്യവട്ടം. ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ മിസ്റ്റർ സജീഷ് VS ഫ്രം കാര്യവട്ടം. പന്ത്രണ്ട് ഭാഗ്യശാലികൾക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ നേരുന്നു. 24 ഇയേഴ്സിൻ്റെ ലോങ് അസോസിയേഷൻ. സാറിനോട് താങ്ക്സ് പറയുന്നത് ശരിയല്ല, താങ്ക്സ് ഫോർ ബീങ് എ പാർട്ട് ഓഫ് അവർ ഫാമിലി എന്ന് പറയുന്നത് ശരിയല്ല. ബിക്കോസ് കുടുംബം എന്ന് പറയുന്നത് ഒരു ഔപചാരികതയ്ക്ക് അപ്പുറമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം. സാറിന് നമ്മുടെ ചെറിയൊരു ഗിഫ്റ്റ് എപ്പോഴും സാറ് ഹൃദയത്തോട് ചേർത്ത് സൂക്ഷിച്ചു വെക്കണം. താങ്ക് യു സർ. താങ്ക് യു. കസ്റ്റമേഴ്സിന് അവരുടെ യൂസേജിനനുസരിച്ച് തിരഞ്ഞെടുക്കാവുന്ന അത്യാകർഷകമായിട്ടുള്ള പ്ലാൻസ് ഉണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ പ്ലാൻ NY2024 200 Mbps ആണ് സ്പീഡ്. 675 രൂപ മാത്രം ചിലവാക്കിയാൽ മതി. ഏറ്റവും കൗതുകമുള്ള കാര്യം 5Gയുടെ മോഡവും നിങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്തത് NY1500 എന്നുള്ള പ്ലാനാണ്. ഈ പ്ലാനിൻ്റെ പ്രത്യേകത വെറും 500 രൂപ മാത്രം ചിലവാക്കിയാൽ മതി. 100 Mbps സ്പീഡാണ് നിങ്ങൾക്ക് ലഭിക്കുക. കൂടാതെ 5Gയുടെ മോഡവും ലഭിക്കുന്നു. ഇനി പുതിയ കണക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് ഇത്രമാത്രം. ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന 8086011111 എന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇതും അല്ല എങ്കിൽ 8086011333 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഹായ് എന്ന് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അങ്ങനെ ഏഷ്യാനെറ്റ് ഫൈബർ 100% ക്യാഷ് ബാക്കിലെ ഈ ആഴ്ചത്തെ 12 ക്ലസ്റ്ററുകളിൽ നിന്നുള്ള 12 ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും ഇതിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയുക നമ്മുടെ ഏഷ്യാനെറ്റ് ഫൈബറിൻ്റെ കണക്ഷൻ എടുക്കാൻ. പുതിയ കണക്ഷൻ എടുക്കുന്നവരിൽ നിന്നും ഓരോ ആഴ്ചയും കേരളത്തിൽ നിന്ന് 12 ക്ലസ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്ത് 12 പേരെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. അവർക്ക് ലഭിക്കുന്ന സമ്മാനം ഇതാണ്. ഏത് പ്ലാനാണോ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ 100% ക്യാഷ് ബാക്കാണ് സമ്മാനമായി ലഭിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, എത്രയും പെട്ടെന്ന് ഏഷ്യാനെറ്റ് കുടുംബത്തിൻ്റെ ഭാഗമാകുക. അടുത്ത 8 ആഴ്ചത്തേക്ക് മാത്രമാണ് ഈ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫർ ഉള്ളത്. അപ്പോൾ അടുത്ത 8 ആഴ്ച മറക്കണ്ട. ഓരോ ആഴ്ചയും 12 ഭാഗ്യശാലികളെ 12 ക്ലസ്റ്ററുകളിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ, ഏഷ്യാനെറ്റ് ഫൈബർ കണക്ഷൻ കരസ്ഥമാക്കുക, ക്ലസ്റ്ററിൻ്റെ ഭാഗമാകുക, വിജയിയാകുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ ഈ പരിപാടി ഓരോ ആഴ്ചയുമുള്ള ഭാഗ്യശാലികളെ തിരഞ്ഞെടുത്ത് അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 5 മണിയാണ്. അപ്പോൾ വീണ്ടും അടുത്ത ഞായറാഴ്ച 5 മണിക്ക് 12 ഭാഗ്യശാലികൾ ആരൊക്കെയാണ് എന്നറിയാൻ കാത്തിരിക്കുക.